ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ബൾബ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നാട്ടാൻ അങ്ങ് നാട്ടി ഇവനെ ഞാൻ കത്തിക്കാൻ പോവാം. ഇത് കത്തിക്കാന്ന് പറഞ്ഞാൽ നിസ്സാരമില്ല. ഞാൻ ഇങ്ങനെ ഊതും. ഇതിലേക്ക് ഞാൻ എൻ്റെ ശ്വാസം ഞാൻ കയറ്റുമ്പോൾ ഈ ലൈറ്റ് കത്തും. അതുപോലെ എൻ്റെ ശ്വാസം ഞാൻ തിരിച്ചു വലിക്കുമ്പോൾ ഇങ്ങനെ ഊതും വലിക്കുകയും ചെയ്യുമ്പോൾ ഈ ലൈറ്റ് കെടുകയും ചെയ്യും. അപ്പം ഇത് അങ്ങനത്തെ ഒരു മാജിക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ബൾബ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. എന്തായാലും ഞാൻ ഇത് നിങ്ങളെ ആദ്യം കത്തിക്കുന്ന അങ്ങനെ കാണിച്ചു തരാം. എന്തായാലും ഞാൻ ഈ ബൾബിനെ നമ്മൾ മണ്ണിലേക്ക് കുഴിച്ചിടുക. അതായത് ഈ ഗ്രാമിലേക്ക് നമ്മൾ കുഴിച്ചിടാൻ പോകുന്നത്. കുഴിച്ചിട്ടിട്ട് ഞാൻ ഇവന് ഊതി കത്തിക്കുകയും അതുപോലെ ശ്വാസം വിട്ട് കത്തിക്കുകയും അതുപോലെ തന്നെ തിരികെ എടുത്ത് ഇതിന് ഓഫ് ചെയ്യും. അപ്പം നമുക്ക് ഒരുപാട് കറണ്ട് ലാഭിക്കുവാൻ നമുക്ക് സാധിക്കും. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാനിപ്പോൾ ഈ ബൾബിനെ ഏകദേശം ഒരു 2 ഇഞ്ച് നീളത്തിൽ നമുക്ക് കുഴി ഉണ്ടാകണം. കുഴി ഉണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പം ഇവനാണ് കുഴിച്ചിടാൻ പോകുന്നത്. അപ്പം ഞാൻ എന്തായാലും ഈ സാധനത്തെ ഞാൻ ബൾബ് ഊതി കത്തിക്കാൻ പോകാം. അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഞാനിതാ ബൾബ് കണ്ടുകൊണ്ടിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ കറണ്ടിൽ ഞാൻ എടുക്കണം. ഇവിടെ പവറില്ല, കറണ്ടില്ല, ഒന്നുമില്ല. നേരെ ചെയ്തത് വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ഇവനിലേക്ക് എൻ്റെ വായു ഞാൻ അങ്ങോട്ട് കത്തി വരാം. ഇതിൻ്റെ വായുവിനായിരിക്കും ഈ ബൾബ് കത്താൻ പോകുന്നത്. അപ്പം നമുക്ക് കറങ്ങാം. അപ്പം ഞാൻ തുടങ്ങാൻ പോകാം. എങ്ങനെയുണ്ട് പരിപാടി? അപ്പോൾ ഇതെല്ലാം ഈ ബൾബാണ് ഒരു പ്രത്യേക രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ സിസ്റ്റം. ഈ ബൾബ് നമുക്കിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് ചാർജൊക്കെ ഒരുപാട് കുറയും. കാരണം നമ്മുടെ വായു മാത്രമല്ല. ഇപ്പം നമുക്കറിയാം ഒരുപാട് കറണ്ട് ബില്ലൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ഈ ഒരു സംഭവം വെറും നമ്മൾ വായു കൊണ്ട് മാത്രം ലൈറ്റ് കത്തുന്ന സംഭവമാണ്. ഒന്നുകൂടെ ഞാൻ ഇതൊക്കെ ഊതി കാണിക്കാൻ പോകണം. നേരം ഇങ്ങനെ കത്തി നിൽക്കും. നമ്മൾ എപ്പോഴാണോ നമ്മുടെ ശ്വാസം തിരിച്ച് അവിടെ നിന്നും വലിക്കരുത്, അപ്പോൾ മാത്രമേ ഇവർ ഓഫാകുള്ളൂ. ഞാൻ പറഞ്ഞ ശ്വാസം ഞാൻ വലിച്ചു കാണിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ സെറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയാണ്. ഒരുപാട് കറണ്ട് നമുക്ക് ലാഭിക്കുവാനായിട്ട് സാധിക്കും. ഒന്നുകൂടി ഞാൻ കത്തിക്കാൻ പോകാം. കത്തിച്ച് ഞാൻ ഈ വീഡിയോ നിർത്താൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം. അതിനുശേഷം ഞങ്ങൾ നിങ്ങളെ ഇതിൻ്റെ അണിയറയിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ്. അപ്പോൾ കാണിക്കാം. ഞാൻ ചാല് നിന്ന് കത്തിക്കാൻ പോകാൻ സംഭവം ഇതാണ്. ഒരു ബൾബ് വേണം. പിന്നെ അതുപോലെ 3 ഐറ്റംസ് വേണം കേട്ടോ. അപ്പോൾ നമുക്കത് ഈ ബൾബ് പൊട്ടിച്ചിട്ട് അതാണ് നമ്മുടെ സംഭവം. അപ്പോൾ അത് വേണ്ട നമുക്ക് ഈ സംഭവം ബൾബിൻ്റെ ഈ ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവനെ വേണ്ടത് പൊട്ടിച്ചെടുക്കാം. നമ്മൾ ഈ ബൾബ് പൊട്ടിക്കാൻ പോകാം. പൊട്ടിച്ച് ഇതെടുക്കാൻ പോകാം. ഇതാദ്യം ബൾബ് കിടക്കും. അപ്പോൾ സാധനം നമുക്ക് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പൊട്ടിച്ചെടുക്കാം. സംഘം നമുക്ക് ഇട്ടിട്ടുണ്ട്. ഇതാകുമ്പോൾ അതേ സംഭവം നമുക്ക് ക്ലിയറായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ വെച്ചാണ് നമ്മൾ അടുത്ത പരിപാടി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ഒരു ഹോൾഡർ എടുത്തിട്ടുണ്ട്, വയർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ പ്ലഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് വേണ്ട ഒരു ചട്ടിയാണ്. ഒരു ചെടിച്ചട്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ആ ചെടിച്ചട്ടിക്കകത്തോടി ഇങ്ങനെ നമ്മൾ വൈകിയ പിടിച്ചു കൊടുക്കുകയും
നന്നായിട്ട് ഇൻസുലേഷൻ ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ മണ്ണിൻ്റെ വെള്ളം കാണും. അപ്പം ചിലപ്പോൾ ഇറത്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് ഞാൻ ഇൻസുലേഷൻ ചെയ്യും. ഹെൽപ്പറാണോ എടുത്തിരിക്കുന്നത്? നമുക്ക് ഈ സംഭവം റെഡിയാക്കുന്നത് ചെയ്യേണ്ടത് നമ്മൾ മരിച്ചു ഇതിനകത്ത് നമ്മൾ മണ്ണ് നിറയ്ക്കാൻ പോകാം. മണ്ണ് നിറയ്ക്കാം. ഈ എക്സ്പെരിമെന്റിന് വല്ല പേരുണ്ടോ? ഞാൻ നല്ല പേരുണ്ടോ? പറയാം. ഞാൻ ബൾബ് എടുത്തിരുന്നു. ആ ബൾബ് എടുത്ത് ഹെൽപ്പർ എടുത്തു കൊടുക്കും. ഹെൽപ്പർ ബൾബ് എടുത്തത് എന്ത് ഹെൽപ്പറാണ്? ആക്റ്റീവ് അല്ലല്ലോ ഹെൽപ്പർ. ഇതിൻ്റെ അകത്ത് കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ബൾബ് ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിനാവശ്യം ഒരു ഫെവിക്വിക്ക് വേണം. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഈ ഒരു സംഭവം വേണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ ഒട്ടിക്കണം. അതിന് ഇങ്ങനെ നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി കറക്റ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വേണം എപ്പോഴും ഒട്ടിക്കാൻ വേണ്ടി. അപ്പം എന്താ നമുക്കിതൊന്ന് ഒട്ടിക്കാം. അതിനുശേഷം സൈഡിൽ കയറി കൊടുക്കും. അതിനിപ്പോൾ പൊട്ടിയിട്ടുണ്ട്. ഇത് നമ്മളിവരെ നേരെ ആ ഹോൾഡറിൻ്റെ അകത്തേക്ക് ഇറക്കിയിട്ട് നേരെ കുഴിച്ചിടാൻ പോവാം. നേരെ വെച്ചു. മാക്സിമം നമ്മൾ ഇത് ഉള്ളിലാക്കണം. അത് വന്നിട്ട് പോകും. അപ്പോൾ നമ്മുടെ ഏകദേശം കത്തേണ്ട ബൾബ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ സംഭവം ഇതിൻ്റെ അടിയിൽ കൂടി നമ്മളിങ്ങനെ വയറും കൊടുത്തിരിക്കുക. ഇതിനെ നമ്മൾ കത്തിക്കാൻ പോവാം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയറെല്ലാം കണക്ഷൻ അവിടെ കൊടുത്തിരിക്കുകയാണ്. ഇനി ഇവിടെ ഞാൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ അവിടെ സ്വിച്ച് ഓൺ ആകും. സ്റ്റാർട്ട് ഓഫ് പറയുമ്പോൾ അവിടെ ഓഫ് ആകുമ്പോൾ ഈ സാധനം ഓഫ് ആകും. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. സ്റ്റാർട്ട് ഓഫ്, സ്റ്റാർട്ട് ഓഫ്, സ്റ്റാർട്ട് ഓഫ്. ഉണ്ടോ? ഇതാണ് പരിപാടി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴും വേണ്ടത് ഈ ടൈപ്പ് ബൾബ് വേണം. കാരണം അത് നമ്മൾ നല്ലതായിട്ട് ഉരുണ്ടിരിക്കും. അപ്പോൾ നമ്മൾ
ഈ ബോർഡർ ഇങ്ങനെ സെറ്റ് ചെയ്താലും ആരും അറിയത്തില്ല. ഇത് കത്തിക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കൂടി വീണ്ടും നമ്മൾ കാണാം. ഓക്കെ, ബൈ.